നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടവാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയും എന്ന 9ാമത്തെ ദശകത്തിലെ 5ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. ശതേന പരിവത്സരൈഹി ദൃഢസമാധിബന്ധോല്ലസത് പ്രബോധ വിശദീകൃത സഖലു പദ്മിനീ സംഭവ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശ വ്യജഷ്ഠപരിതുഷ്ടധീഹി ഭുജഗഭോഗഭാഗാശ്രയം. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. സഹ പദ്മിനി സംഭവ ഖലു ശതേന പരിവത്സരൈഹി ദൃഢസമാധിബന്ധോലസത് പ്രബോധ വിശദീകൃത പരിതുഷ്ടധീഹി അദൃഷ്ടപരമദ്ഭുതം ഭുജഗഭോഗഭാവാശ്രയം തവ രൂപം അന്തർദൃശ വ്യജഷ്ട ഹി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ശതവത്സരം 100 വർഷം നീണ്ടുനിന്ന ആ ഘോര സമാധിയാൽ വീണുകിട്ടിയ ജ്ഞാനം മൂലം പരിശുദ്ധമായി തീർന്ന ചിത്തത്തോടുകൂടിയ ബ്രഹ്മാവ് മുൻപൊരിക്കലും താൻ ദർശിച്ചിട്ടില്ലാത്തതും അത്ഭുതകരവും സർപ്പശരീരത്തിൽ വിശ്രമം കൊള്ളുന്നതുമായ അങ്ങയുടെ കോമള വിഗ്രഹത്തെ ജ്ഞാനദൃഷ്ടി മൂലം ആനന്ദപരവശനായി ദർശിച്ചു. നമസ്തേ.